കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ ആത്മഹത്യയിൽ റിമാൻഡിലായ ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ബസ്സിൽ അസ്വാഭാവികമായ യാതൊരു സംഭവങ്ങളും നടന്നിട്ടില്ലെന്ന് ഇരുവരും സാധാരണ നിലയിൽ ബസ്സിൽ നിന്നും ഇറങ്ങിപ്പോയതായും റിപ്പോർട്ടിൽ. ദീപകിന്റെ ഭാഗത്ത് നിന്ന് ശല്യപ്പെടുത്തലുകളോ മോശം പെരുമാറ്റമോ ഉണ്ടായിട്ടില്ലെന്ന് ബസ് ജീവനക്കാരും മൊഴി നൽകിയിട്ടുണ്ട്. മരിച്ച ദീപകിനെ ഉൾപ്പെടുത്തി ഷിംജിത 7ഓളം വീഡിയോകൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചതായും ഇവ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതായും കണ്ടെത്തി. അനീസ് അലിയാണ് വിവരങ്ങൾ നൽകാനായി ചേർന്നത്. അനീസ്, റിമാൻഡ് റിപ്പോർട്ടിൽ ഷിംജിതയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്, കണ്ടെത്തലുകളുണ്ട്. റിമാൻഡ് റിപ്പോർട്ടിന്റെ മറ്റ് ഉള്ളടക്കങ്ങൾ എങ്ങനെയാണ്? ഇനി എന്തായിരിക്കും അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്? കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുമോ? തീർച്ചയായും. ഇപ്പോൾ ദീപകിന്റെ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടായി പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. അത് പ്രാഥമികമായ അന്വേഷണത്തിന്റെ ഘട്ടത്തിലാണ് എന്ന് പോലീസ് അറിയിക്കുന്നുണ്ട്. അതേസമയം ഈ ആദ്യമായി അവിടെ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഒരു ഗുരുതരമായ ആരോപണങ്ങൾ ആ വിഷയത്തിലുണ്ട്. അതിൽ പറയുന്നത് ഈ ബസ്സിൽ അസ്വാഭാവികമായി എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് ആ ഷിംജിത ബസ്സിൽ കയറുന്നു, അതോടൊപ്പം തന്നെ ദീപക് ബസ്സിൽ കയറുന്നു. ഇവർ രണ്ടുപേരും വളരെ സ്വാഭാവികമായി തന്നെ ബസ്സിൽ നിന്ന് യാത്ര കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിപ്പോകുന്നു. ആ ബസ് യാത്രക്കാരോ അവർ തമ്മിലോ എന്തെങ്കിലും തരത്തിൽ ഇഷ്യൂ ഉണ്ടായതായിട്ട് ആ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാവുന്നില്ല. മാത്രവുമല്ല, ബസ് ജീവനക്കാരോട് മൊഴിയെടുത്തു. അവരുടെ മൊഴിയിലും അവരെന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞതായി പറയുന്നില്ല. സഹയാത്രികർ ആരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഷിംജിത എന്തോ ഉദ്ദേശത്തിൽ ഈ മൊബൈൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയും വിധമാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെ അസ്വാഭാവികമായ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല, മോശമായി പെരുമാറിയിട്ടില്ല എന്നതാണ് പ്രാഥമികമായ പോലീസിന്റെ കണ്ടെത്തൽ. എന്തായാലും ഇതിൽ പ്രതിയുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അത് ഷിംജിത ബിരുദാനന്തര ധാരിയാണ്. അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ആളാണ്. അതോടൊപ്പം തന്നെ അവർ നേരത്തെ ജനപ്രതിനിധിയായിരുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അറിവുള്ള ആളാണ്. മാത്രമല്ല, ഇത് സോഷ്യൽ മീഡിയയിൽ ആളുകളെ അപമാനിക്കുമ്പോൾ അവരുടെ ജീവഹാനിക്ക് വരെ കാരണമായേക്കാം എന്ന ബോധ്യവും ഉള്ള ആളാണ്. അങ്ങനെ അറിയാത്ത ആളല്ല. അതുകൊണ്ട് തന്നെ ഇത് ഗുരുതരമാണ് എന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജാമ്യം അനുവദിച്ചാൽ ഇത് ജനങ്ങളെ മറ്റു തരത്തിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ജാമ്യം നൽകരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്നലെ റിമാൻഡിലായ ഷിംജിത ഇപ്പോൾ മഞ്ചേരിയിലെ വനിതാ ജയിലിലാണ് ഉള്ളത്. അനീസ്, നേരത്തെ കുടുംബത്തിന്റെ പ്രതികരണമൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ആ കുടുംബത്തിന്റെ മൊഴിയും ഒപ്പം ഈ ബസ്സിലെ ജീവനക്കാരുടെ മൊഴിയും പൂർണ്ണമായും സാധൂകരിക്കുന്ന രീതിയിലല്ലേ ഈ റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ? തീർച്ചയായും ഈ റിമാൻഡ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് തന്നെയും ഈ രണ്ട് കാര്യങ്ങൾ, അതായത് കുടുംബത്തിന്റെ മൊഴി എന്നല്ല, കുടുംബത്തിന്റെ മൊഴിയിലാണ് പരാതി കേസ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ വെച്ച് കേസെടുത്ത പോലീസ് അതിൽ അവർക്ക് ആത്മഹത്യാ പ്രേരണ കുറ്റം ആണ് ചുമത്തിയിട്ടുള്ളത്. അതേ തുടർന്ന് പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും സഹയാത്രികരുടെ മൊഴിയെടുക്കുകയും ബസ് ജീവനക്കാരുടെ മൊഴിയെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിലെല്ലാം ഈ ഷിംജിതയുടെ വാദങ്ങൾ അല്ലെങ്കിൽ ഈ ദീപകിന്റെ കുടുംബത്തിന്റെ ആരോപണങ്ങളെ സ്ഥിരീകരിക്കുന്ന കണ്ടെത്തലുകളാണ് റിമാൻഡ് റിപ്പോർട്ടായിട്ട് വന്നിട്ടുള്ളത്. അതായത് ഈ ബസ്സിന്റെ CCTV ദൃശ്യങ്ങളിൽ എന്തെങ്കിലും തരത്തിൽ അസ്വാഭാവികമായി ഒരു അസോൾട്ട് നേരിട്ട ഒരു വനിതയുടെ പ്രതികരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദ്രവം നേരിട്ട ഒരാളുടെ പ്രതികരണം ഒന്നും കാണുന്നില്ല. ആളുകൾ ആരും അറിഞ്ഞിട്ടില്ല, ബസ് ജീവനക്കാർ അറിഞ്ഞിട്ടില്ല. മാത്രമല്ല, ആ വളരെ സ്വാഭാവികമായി യാത്ര അവസാനിച്ചതിന് ശേഷവും പോലീസിനെ സമീപിക്കാനോ മറ്റോ തയ്യാറായിട്ടില്ല. രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉള്ളതായിട്ട് ആ ജീവനക്കാർ ദീപക് ഇറങ്ങുമ്പോഴോ ഈ ഷിംജിത ഇറങ്ങുമ്പോഴോ കാണുന്നില്ല. ഒരു തരത്തിൽ നടപടികളും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് റീൽസ് ചിത്രീകരിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു, ഒരാളെ ബലിയാടാക്കി എന്ന തരത്തിൽ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ട്. അതിനെ ഏകദേശം സാധൂകരിക്കുന്ന തരത്തിലാണ് റിമാൻഡ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്.